ഹലോ ഗൈസ്, എൻ്റെ പേര് അനഘ എന്നാണ്. അപ്പം ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയ ഒരു സർപ്രൈസ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ബോക്സ് എൻ്റെ കയ്യിലോട്ട് കിട്ടിയപ്പം ഞാൻ ആദ്യമേ ഇതിൻ്റെ ലൈക്ക് എൻ്റെ അഡ്രസ്സ് ഇത് ആര് ഓർഡർ ചെയ്തു, എൻ്റെ പേരിൽ ഇതെനിക്ക് ആര് ഓർഡർ ചെയ്തു എന്നൊരു ഇതായിപ്പോയി. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ച് ചെയ്തൊരു അൺബോക്സിങ് ആണിത്. കാരണം ഞാൻ ഭയങ്കര വെയിറ്റ് ആയിരുന്നു ആ ബോക്സിന്. വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭാരമുണ്ട്. അപ്പോൾ എന്തോ ഒരു ബൊട്ടീക്ക് എന്ന് മാത്രം അതിൻ്റെ വെളിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ഇത് ആരാ എനിക്ക് അയച്ചതൊന്നും എനിക്കറിയത്തില്ല. അപ്പം ഞാൻ പേടിച്ച്, സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് ബോംബാണെന്നാണ് ഗൈസ്. ബോംബ് ആരോ ഞാൻ എന്തോ തെറ്റ് ചെയ്തു, എന്നിട്ട് എന്നെ കൊല്ലാൻ വേണ്ടി ബോംബ് അയച്ചതാണ് ആരോ എന്ന് വിചാരിച്ച് ഞാൻ അത്രയ്ക്ക് പേടിച്ച് ചെയ്തൊരു അൺബോക്സിങ് ആണ് ഇത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത്രയും വെയിറ്റ് ഉണ്ട് സാധനത്തിന്, അപ്പോൾ രണ്ടും കൽപ്പിച്ച് തുറക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് കൊണ്ടുവന്നതിന് ശേഷം ഒരു 1/2-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സാധനം അൺബോക്സ് ചെയ്യുന്നത്. കാരണം ഞാൻ കുറേ ഇതെടുത്തിങ്ങനെ ഞാൻ ചെവിയൊക്കെ വെച്ച് നോക്കി, ഇനി വല്ല ടിക് സൗണ്ടും എല്ലാം കേൾക്കുന്നുണ്ടോ, അങ്ങനെ ഞാൻ ചെയ്ത് നോക്കി. അത്രയ്ക്ക് ഞാൻ പേടിച്ച് ചെയ്തൊരു അൺബോക്സിങ് ആണ്. പക്ഷേ ലൈക്ക് ഉണ്ടായിരുന്നത് എന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഒന്നും നോക്കണ്ട, വെച്ച് പൊട്ടിച്ച് നോക്കാം എന്ത് സംഭവിക്കുന്നുള്ളത് പൊട്ടിയാലേ അറിയോ. അപ്പോൾ ഇതാണ് എനിക്ക് റിസീവായ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഇതിന് നല്ല വെയിറ്റ് ഉണ്ട്. അപ്പം നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ആക്ച്വലി പേടിച്ച് പോയത്. ഇത് ഒരു തവണ ഓൾറെഡി പൊട്ടിച്ചാണ്ടോ, പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി അതേപോലെ സെറ്റ് ചെയ്ത് വെച്ചതേ ഉള്ളൂ. കൊണ്ടുവന്നപ്പോൾ തന്നെ പേടിച്ചിട്ട് 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ഇരുന്ന് ആലോചിച്ച് ഇത് പൊട്ടിക്കണോ വേണ്ടോ എന്നൊക്കെ ആലോചിച്ച് രണ്ടും കൽപ്പിച്ച് പോലീസിനെ അഥവാ എന്തെങ്കിലും പറ്റിയാൽ കാണിക്കാൻ വേണ്ടി വീഡിയോ പ്രൂഫ് എടുത്തപ്പോഴാണ് സാധനം എന്താണെന്നുള്ളതും ആരയച്ചതാണെന്നുള്ളതും എനിക്ക് മനസ്സിലായത്. ഇന്ന് എനിക്ക് ആമസോണിൽ നിന്നൊരു പാക്കേജ് വന്നു. എനിക്ക് ഒരു ഐഡിയ ഇല്ല ഇതെന്താന്ന്. എൻ്റെ പേരൊക്കെയാണ് ഏതോ ഒരു ബുട്ടീക്കിൽ നിന്നാണ്. ഞാനല്ല ഇത് ഓർഡർ ചെയ്തേക്കുന്നത്. ഇത് ആരും ഓർഡർ ചെയ്തു ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നല്ല സൂപ്പർ പാക്കിംഗ് ഒക്കെ. ഏതാരാ ചെയ്തതെന്ന് എനിക്ക് ഇതിലെന്താന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്കേതായാലും തുറന്നു നോക്കാവേ. ഈ സാധനത്തിന് ഭയങ്കര വെയിറ്റാണ്. എന്തുവാന്ന് എനിക്ക് അറിഞ്ഞു. എനിക്ക് ശരിക്കും പേടിയുണ്ട് കേട്ടോ. എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത്. ഓ വാട്ട്, Forever FMB. എന്താ പൊന്നേസി, സൂപ്പർ ആയിട്ടുണ്ട്. എന്തൊക്കെയത്? ഓക്കെ, അപ്പോൾ നമുക്കിത് വീണ്ടും അൺബോക്സ് ചെയ്യാം. വീണ്ടും അൺബോക്സിങ് ഡൂട്ട് അല്ല, വീണ്ടും അൺബോക്സിങ് ക്വീൻ. ഓക്കെ, നമുക്ക് അയക്കാം. ഇതാണ് സാധനം. ഇപ്പം ഞാൻ ഓൾറെഡി പൊട്ടിച്ചതാണ്, ഒന്നുകൂടി പൊട്ടിച്ച് കാണിക്കാം. തുറക്കുവാണ്. തടാ, അപ്പം ഇതായിരുന്നു സാധനം. ഇതിൽ ഈ ഒരു ലെറ്റർ കണ്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ജീവൻ വീണത്. കാരണം അപ്പോഴാണ് ഞാൻ ആദ്യമേ ശ്രദ്ധിച്ചില്ല, രണ്ടാമതൊന്നും കൂടി നോക്കിയപ്പോഴാണ് ഈ ഫോറെവർ FMB എന്ന് എഴുതിയേക്കുന്നത് കണ്ടത്. അത് കണ്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവൻ ഒന്ന് മര്യാദയ്ക്ക് വീണത്. അപ്പോൾ ഇപ്പം എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഡോട്ട്സൊക്കെ. ഇതാരാണ് അയച്ചത്, എന്തുകൊണ്ടാണ് ഇത് അയച്ചതെന്നൊക്കെ. ഇതിലുള്ള സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. ഇത് ഒരു പാക്ക് ഫെററോ റോഷറാണ് ഇതിലുള്ളത്. സൂപ്പർ പാക്കിംഗ് ആണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതിനകത്തുള്ള പാക്കിങ്. ഇത് ഫെററോ റോഷർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ ചോക്ലേറ്റ്സ് കഴിക്കത്തില്ല, സ്വീറ്റ്സ് ഒന്നും അങ്ങനെ കഴിക്കത്തില്ല. പിന്നെ കുറേ കൺഫെറ്റ് ഇതിൽ കിടക്കുന്നുണ്ട് കേട്ടോ. ലൈക്ക് ദിസ് വൺ ഹിയർ, നല്ല സൗണ്ട് കാണാം. ഇത് വിടർത്തി നമ്മൾ തന്നെ സെറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. അതുണ്ട്. ക്രിസ്മസ് ബോളുണ്ട്, ഒരു പൂവുണ്ട്, ഒരു സംഭവം എന്താണ് ഇതിന് പറയുന്നത് അതും. പിന്നെ ഇതിലുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ സിനമൺ സ്റ്റിക്സ് ആണ്. നല്ല മണമുണ്ട് കേട്ടോ അതിന്, നല്ല സൂപ്പർ മണമാണ് സിനമൺ സ്റ്റിക്സിന്. പിന്നെ ഇതിനകത്ത് ഉണ്ടായിരുന്നത് ഇതൊക്കെ ഇതേപോലത്തെ പാക്കിങ്ങിലാണ് വന്നത്. എൻ്റെ മമ്മിയുടെ എക്സൈറ്റ്മെൻറ്റ് കാരണം ഇതൊക്കെ ഓൾറെഡി ഒരു തവണ പൊട്ടിച്ചായിരുന്നു കേട്ടോ. പിന്നുള്ളത് ഈ ഒരു ജാമാണ്. ഇത് ബ്ലാക്ക് കറണ്ട് ജാം, ഡാന എന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് കറണ്ട് ജാം. പിന്നെ ഇതിൽ ബാക്ക് ടു റൂട്ട്സിൻ്റെ ഓർഗാനിക് ലോക്കലി ഹാർവസ്റ്റഡ് ഹണി. അപ്പോൾ അത്
അതുണ്ട്. എനിക്ക് ഹണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്, ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ. പിന്നെ ഇത് നല്ല സൂപ്പറായിട്ട് പാക്ക് ചെയ്തതാണ്, മമ്മി പൊട്ടിച്ചതാണ്. കേക്കാണ്, ക്രിസ്മസ് കേക്ക്. ഇതായിരുന്നു ഒന്ന്. പിന്നെ ലിൻഡറ്റിൻ്റെ ചോക്ലേറ്റ്സാണിത്, ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ പൊട്ടിച്ചില്ല കേട്ടോ, ഇതത്തെ ഒരു പാക്ക് ഉണ്ടായിരുന്നില്ല, അതിപ്പോൾ ഞാൻ പൊട്ടിച്ച് നോക്കിയതാണ്. ഇതൊരു ലൈറ്റാണ് കേട്ടോ, ഇതൊരു ലാൻറ്റേൺ പോലത്തെ ഒരു ലൈറ്റാണ്. അത് ബാറ്ററി ഇടണം, ഞാൻ ഇട്ടിട്ടില്ല, തപ്പിയിട്ട് കിട്ടിയില്ല ബാറ്ററി ഒന്നും. പിന്നെ ഇതിനകത്ത് ഉണ്ടായിരുന്നത് ഒരു ക്യാൻഡിലാണ്. എനിക്ക് ക്യാൻഡിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ജിഞ്ചർ ബ്രെഡ് ഡെയിംസ് എന്നാണ് എൻ്റെ പേര്. എൻ്റെ സ്മെല്ല് ഒരുമാതിരി സിന്നമണി കൈൻഡ് ഓഫ് സ്മെല്ലാണ് എനിക്ക് കിട്ടിയത്. നല്ല രസമുണ്ടല്ലേ കാണാൻ, നല്ല രസമുണ്ട്. പിന്നെ ഇതിനകത്തിൽ ഉണ്ടായിരുന്നത് ഒരു കുപ്പിയാണ്. കുപ്പിയെന്ന് വെച്ചാൽ ഇത് വൈനാണ് ഗൈസ്, നോൺ ആൽക്കഹോളിക് ഒരു വൈനുണ്ട്. നല്ല എന്തായാലും ഞാനിത് കുടിച്ച് നോക്കും, കൊള്ളാമെന്ന് നോക്കട്ടെ. അപ്പം ഇത്രയുമായിരുന്നു. പിന്നെ ഒരു സാധനം കൂടി ഉണ്ട് കേട്ടോ, ഒരു സാധനം കൂടി ഉണ്ട്. പിന്നെ ഈ ഒരു സാധനം. ഇത്രയുമായിരുന്നു എൻ്റെ ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് എനിക്ക് FMB eSports തന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് ആക്ച്വലി തരാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഒരു ഡാൻസ് വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു സർപ്രൈസ് തരാമെന്ന്. അപ്പോൾ ഞാൻ ഓക്കെ ഡാൻസ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ സർപ്രൈസ് അല്ല കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തു. ആർക്കും ദോഷമില്ലാത്തൊരു പരിപാടിയാണല്ലോ. അപ്പോൾ അതിന് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു സർപ്രൈസിൻ്റെ കാര്യമേ ഞാൻ മറന്നുപോയി. എൻ്റെ തലയിൽ കൂടി ഒരുപാട് കാര്യങ്ങൾ ഓടുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ഞാൻ ഈ ഒരു കാര്യം വിട്ടേ പോയി. അപ്പോൾ ഈ സാധനം എന്നെ ആമസോണിൽ നിന്ന് വിളിച്ച് പറഞ്ഞപ്പം ഞാൻ ആദ്യമേ ചെക്ക് ചെയ്തത് എൻ്റെ ആമസോൺ ആപ്പ് എടുത്തിട്ട് ഞാൻ എന്താ ഓർഡർ ചെയ്തതെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ അത്ര ടെൻഷനായിപ്പോയത്, ഇത് ഓപ്പൺ ചെയ്യത്ര താമസിച്ചത്. കുറച്ച് നേരം ഒരു 3/4 മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് ഞാൻ അൺബോക്സ് തന്നെ ചെയ്യാനുള്ള ഒരു ധൈര്യം എടുത്തത്. ഞാൻ ആദ്യമേ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ പേടിച്ചിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്തു. അങ്ങനത്തെ ഒരു ഇതിലോട്ട് പോയിട്ടാണ്. സർപ്രൈസ് ശരിക്കും സൂപ്പർ സർപ്രൈസ് ആയിരുന്നു, ഞാൻ എക്സ്പെക്ട് ചെയ്തതിൽ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച് FMB ആൻഡ് ഇയാപ്പു, എല്ലാവർക്കും ഡൂഡ്. അതിന് മുന്നേ എനിക്ക് ഇങ്ങനത്തെ ഒരു സർപ്രൈസ് ഒന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി. എൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ആ പേടി, ആ പാനിക് ആവുന്നതും ഒക്കെ നിങ്ങൾക്ക് ആ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇട്ടേക്കുന്ന വീഡിയോയിൽ കാണാം. ശരിക്കും ഞാൻ പേടിച്ചത്രയാണ് കേട്ടോ ഓപ്പൺ ആക്കിയത്. കാരണം ഒന്നാമത്തെ കാര്യം ഞാൻ മറന്നുപോയി ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളത്. കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. മമ്മിയെ കാണിച്ചപ്പോൾ മമ്മിയെടുത്ത് ഫുൾ അൺബോക്സ് ചെയ്തു. ഓൾറെഡി എല്ലാം പൊട്ടിച്ച് നോക്കി എന്തുവാന്നുള്ളത്. ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നത് അവനെ പുള്ളിക്കാരത്തി എക്സ്പ്ലെയിൻ. ഇതിനകത്ത് ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, ഡ്രൈഡ് ഓറഞ്ച്. അത് ഞാൻ കഴിച്ചു, സൂപ്പറായിരുന്നു. അതിൻ്റെ ഫോട്ടോ ഇവിടെ സൈഡിൽ ഞാൻ കൊടുത്തേക്കാം. നല്ലതായിരുന്നു കേട്ടോ, എൻ്റെ മമ്മിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 2 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാനും മമ്മി ഓരോന്നെടുത്ത് കഴിച്ചു. ഓറഞ്ച് എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഐ എം സോ ഹാപ്പി. അപ്പോൾ നിങ്ങളുടെ അടുത്തും ഷെയർ ചെയ്യണമെന്ന് തോന്നി, എല്ലാം കാണിച്ചു തരണമെന്ന് തോന്നി, അതുകൊണ്ട് കാണിച്ചു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.